സംസ്ഥാന മൃഗവും പക്ഷിയും പുഷ്പവുമൊക്കെ ഉള്ളതുപോലെ ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയെ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ കുടലിലും പരിസ്ഥിതിയിലുമൊക്കെ കാണപ്പെടുന്ന രോഗകാരിയല്ലാത്ത ഒരു ബാക്ടീരിയയാണ് ഇത്. ബാസിലസ് സബ്റ്റിലിസ് ഇനി സംസ്ഥാന സൂക്ഷ്മാണു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ആലപ്പുഴ SD കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഷ്മ TS. ബാസിലസ് സബ്റ്റിലിസ് ഇനി സംസ്ഥാന സൂക്ഷ്മാണു. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക മത്സ്യം എന്നിങ്ങനെയൊക്കെയുള്ള പതിവ് ചോദ്യങ്ങളിൽ ഇനി ഒന്നുകൂടി. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു അഥവാ ബാക്ടീരിയ ഏത്? കേൾക്കുമ്പോൾ കൗതുകവും ആശ്ചര്യവും ജനിപ്പിക്കുന്ന ചോദ്യം അല്ലേ? അതെ, സംസ്ഥാന ഗവൺമെന്റ് 2026 ജനുവരി 23 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയയായി ബാസിലസ് സബ്റ്റിലിസിനെ പ്രഖ്യാപിച്ചു. ഹേ ബാക്ടീരിയ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന റോഡ് ആകൃതിയിലുള്ള ഒരു ബാക്ടീരിയയാണ്. മണ്ണിലും വെള്ളത്തിലും മനുഷ്യരുടെ അന്നനാളത്തിനുള്ളിലും പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലും ചെടികളുടെ പ്രതലത്തിലുമൊക്കെ കാണപ്പെടുന്ന ഉപകാരിയായ ഒരു സൂക്ഷ്മാണുവാണിത്. സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ചതിന്റെ ലക്ഷ്യം ജനങ്ങളിൽ ശാസ്ത്രാവബോധം വളർത്തുകയും മൈക്രോബയോളജി ഗവേഷണം കൂടുതൽ വിപുലപ്പെടുത്തുകയും കുട്ടികളിൽ ശാസ്ത്രചിന്ത ഉണർത്തുകയുമാണ്. കൂടാതെ സൂക്ഷ്മാണുക്കളെക്കുറിച്ചുള്ള മിഥ്യാധാരണ മാറ്റുക, ആധുനിക ലോകത്തിൽ അതിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പ്രഖ്യാപനത്തിന്റെ ഉദ്ദേശമാണ്. തികച്ചും വ്യത്യസ്തമായ ഒട്ടേറെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ബാക്ടീരിയയാണ് ബാസിലസ്. ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് തെളിയിക്കപ്പെട്ട ബാസിലസ് സബ്റ്റിലിസിനെ സ്റ്റേറ്റ് മൈക്രോബായി തിരഞ്ഞെടുത്തതിനു പിന്നിൽ കാരണങ്ങൾ നിരവധിയുണ്ട്. പ്രധാനമായും സസ്യരോഗങ്ങൾ തടയുന്ന പ്രകൃതിദത്ത കുമിൾനാശിനിയായും സസ്യവളർച്ച വേഗത്തിലാക്കിയും കാർഷിക രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന ജീവാണുവളമായും ഈ ബാക്ടീരിയയെ ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വ്യാപകമായി ഉപയോഗിക്കാമെന്ന് തെളിയിക്കപ്പെട്ട പ്രോബയോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളിൽ ഒന്നാണിത്. അതുകൊണ്ടുതന്നെ ഈ സൂക്ഷ്മാണുക്കളെ പല മേഖലകളിലും വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യം, കാർഷികം, ഭക്ഷ്യമേഖലകൾ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. കാർഷിക രംഗത്ത് മുന്നേറ്റമുണ്ടാക്കുന്ന ജീവാണുവളമായി ബാസിലസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആരോഗ്യപൂർണമായ ഒരു ടീസ്പൂൺ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളുടെ എണ്ണം ഏകദേശം 100 ബില്യൺ മുതൽ 1 ബില്യൺ വരെയാണ്. സസ്യങ്ങളുടെ വേരുപടലത്തോട് ചേർന്ന് കാണപ്പെടുന്ന മണ്ണിൽ അധിവസിക്കുന്ന ഇത്തരം ലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കളിൽ സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ബാക്ടീരിയകൾക്ക് ചില സവിശേഷതകളുണ്ട്. സസ്യങ്ങളുടെ വളർച്ച വേഗത്തിലാക്കുന്ന സസ്യ ഹോർമോണുകൾ സ്വയം ഉൽപ്പാദിപ്പിക്കുകയും സസ്യങ്ങളിൽ ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പ്രേരകങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സവിശേഷത. ബാസിലസ് ഇത്തരം പ്രേരകങ്ങൾ അഥവാ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ച, വികാസം എന്നിവ വേഗത്തിലാക്കുന്ന ഓക്സിൻ എന്ന സസ്യ ഹോർമോണിന്റെ 3 വ്യത്യസ്ത വകഭേദങ്ങളായ IAA, IBA, IPA എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക ബാക്ടീരിയയും ബാസിലസ് ആണ്. മണ്ണിൽ ഉപ്പിന്റെ അളവ് കൂടിയുണ്ടാകുന്ന സമ്മർദ്ദത്തെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ വളരാൻ സസ്യങ്ങളെ സഹായിക്കാനും ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യത്തിന് സാധിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ മണ്ണിൽ നിന്നും ആഗിരണം ചെയ്യാൻ ചെടികളെ ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം സഹായിക്കുന്നു. ഇത്തരം പോഷകങ്ങളിൽ ഏറ്റവും പ്രധാനം നൈട്രജനും ഫോസ്ഫേറ്റുമാണ്. ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാൻ കൃഷിയിടങ്ങളിൽ ഇന്ന് ഏറ്റവുമധികം ഉപയോഗിക്കേണ്ടി വരുന്ന വളങ്ങൾ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും സംയുക്തങ്ങളാണ്.
ഇവയുടെ അമിതമായ ഉപയോഗം മണ്ണിലെ സ്വാഭാവിക സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. ബാസിലസ് സബ്റ്റിലിസ് ബാക്ടീരിയ നൈട്രജൻ സംഭരണത്തിനും മണ്ണിലെ മിത്ര ബാക്ടീരിയകളുടെ കോളനിവൽക്കരണത്തിനും കഴിവുള്ള ബാക്ടീരിയയാണ്. വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ സ്വാഭാവികമായ ഘടനയും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം ആവശ്യമാണ്. കൂടാതെ ഉയർന്ന താപനില, വരൾച്ച തുടങ്ങിയ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ അതിജീവിക്കാനുള്ള ശേഷി സസ്യങ്ങൾക്ക് നൽകാനും ഈ ബാക്ടീരിയകൾക്കുള്ള കഴിവ് വിവിധ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ സസ്യവളർച്ചയെ വേഗത്തിലാക്കാനും രോഗകീടബാധകളിൽ നിന്നും രക്ഷ നേടാനും മണ്ണിലെ സ്വാഭാവിക സൂക്ഷ്മാണുക്കളുടെ സന്തുലനാവസ്ഥ നിലനിർത്തി മണ്ണിനെ ആരോഗ്യപൂർണമാക്കുന്നതിനും ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം മികച്ചതാണെന്നാണ് പഠനഫലങ്ങൾ പറയുന്നത്. പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ജീവാണുവളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ബാക്ടീരിയകളെ ഉപയോഗിക്കാൻ കഴിയും. കാർഷിക മേഖലയിൽ പരിസ്ഥിതി സൗഹൃദപരമായ മുന്നേറ്റങ്ങൾ ലക്ഷ്യമിടുമ്പോൾ ഈ ബാക്ടീരിയകൾ ഒരു മുതൽക്കൂട്ടാണെന്നതിൽ സംശയമില്ല. കൂടാതെ വ്യാവസായിക പ്രാധാന്യമുള്ള സാധ്യതകളും ധാരാളമുണ്ട്. പ്രധാനമായും നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്ന ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലൊന്നാണ് പ്രോബയോട്ടിക്കുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത്. ഇതിനായി വ്യാപകമായി ഉപയോഗിച്ചുവരുന്ന ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലിസ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ അമൈലേസ് പോലെയുള്ള എൻസൈമുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പോളിമറായ പോളിഗാമ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നിവയുടെ ഉൽപാദനത്തിനും ബാസിലസ് ഉപയോഗ്യമാണ്. ഇതുകൂടാതെ മണ്ണിൽ നിന്നും ലോഹങ്ങളെ വേർതിരിക്കുന്ന ബയോ മൈനിങ് എന്ന പ്രക്രിയയ്ക്കും പരിസ്ഥിതി മലിനീകരണത്തിന്റെ തോത് അളക്കാനുള്ള ബയോ സെൻസറുകളുടെ നിർമ്മാണത്തിനും ബാസിലസ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി പ്രായോഗികതകളുള്ള ബാസിലസ് എന്ന സൂക്ഷ്മാണുവിനെ സ്റ്റേറ്റ് മൈക്രോബായി തിരഞ്ഞെടുത്തതോടെ പരിസ്ഥിതി, കാർഷിക, വ്യാവസായിക മേഖലകളിൽ സൂക്ഷ്മജീവികളുടെ ഗുണപരമായ സ്വാധീനം എന്തെന്നും സുസ്ഥിര വികസനത്തിൽ ഈ ബാക്ടീരിയകളുടെ പങ്കും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം സാധൂകരിക്കാൻ കഴിഞ്ഞു. കാർഷിക വ്യാവസായിക മേഖലയിൽ എന്ന പോലെ ഗവേഷണ മേഖലയിലും ഒട്ടേറെ സാധ്യതകൾ തുറന്നിടുന്ന ബാസിലസ് സബ്റ്റിലിസ് ഒരു മാതൃകാ സൂക്ഷ്മാണുവായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇതിനുള്ള പുത്തൻ സാധ്യതകൾ ഉപയോഗിക്കാനും കേരളത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാനും ഈ പ്രഖ്യാപനത്തിന് കഴിയട്ടെ.